ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവം മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കലിക 2024 എന്ന പേരിലാണ് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷത്തെ കലോത്സവം നടത്തുന്നത്. അധ്യാപികയും ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ജേതാവുമായ ബീന ആർ ചന്ദ്രൻ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ആ ഓർമ്മ ഒരുപാട് എൻ്റെ കൂട്ടുകാരുടെ ഉള്ളിലുണ്ട്. അതുപോലെ 7ാം ക്ലാസ്സിൽ വരെയുള്ള കാലഘട്ടത്തിൽ ഞങ്ങളുടെ നാട്ടിൽ വാർഡ് മത്സരങ്ങൾ ഉണ്ടാവുമായിരുന്നു. വാർഡുകൾ തമ്മിൽ മത്സരം. അതിൽ അപ്പോഴും ഞാനിങ്ങനെ എന്തൊക്കെയോ പഠിപ്പിക്കും. ഇതൊക്കെ ശരിയാണോന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ എല്ലാവരും മോണായിട്ട് കഥാപ്രസംഗം, കവിത, ലളിതഗാനം, സംഘഗാനം, വെറുതെ കെട്ടിച്ചമച്ച നാടകങ്ങൾ, ഇതെല്ലാം ചെയ്ത് ആളുകളുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെയോ ഞാനൊരു സ്നേഹമായിട്ട് ഇങ്ങനെ മാറിയിരുന്നു. ആ സ്നേഹത്തിൻ്റെ, അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഈ അവാർഡ്. എൻ്റെ മാത്രം കഴിവുകൊണ്ട് കിട്ടിയതല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. നമ്മുടെ എല്ലാം, നിങ്ങൾ ഓരോരുത്തരുടെയും നന്മയുടെ അടയാളപ്പെടുത്തലാണ് ടീച്ചർക്ക് കിട്ടിയ ഈ അവാർഡ്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്നെ വിളിച്ചു പറഞ്ഞു, വിദ്യാഭ്യാസ മേഖലയിൽ അഭിമാനമാണ് ടീച്ചർ. കാരണം ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപക മേഖലയിൽ ഇത്തരം ഒരു സംസ്കാരം വളർന്നു വരുമെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഈ സിനിമാ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾ മാറുന്നത് എന്ന് നമുക്ക് സന്തോഷിക്കാം. നമുക്കെല്ലാം അപ്രാപ്യമായ ഒരു ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. വെറുതെ മോഹിക്കുവാൻ മോഹം എന്ന പോലെ ഒരു മോഹം ഉണ്ടായിരുന്നു. എങ്കിലും ഒരിക്കലും ഞാൻ നാടകം വയ്ക്കുമ്പോഴും സിനിമ ചെയ്യുമ്പോഴും ഒരു അവാർഡിനോ അംഗീകാരത്തിനോ വേണ്ടി ഞാൻ ചെയ്യാറില്ല. ഒന്നും, എല്ലാം ഞാൻ ആസ്വദിക്കുന്നു. ചടങ്ങിൽ PTA പ്രസിഡന്റ് വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു. അവാർഡ് നേട്ടത്തിൽ കൊപ്പം സ്കൂളിന്റെ ആദരം ബീന ആർ ചന്ദ്രന് ചടങ്ങിൽ വെച്ച് സമ്മാനിച്ചു. VHSE പ്രിൻസിപ്പൽ ടി ഷാജി, PTA വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഷുക്കൂർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഉമ്മർ, HM ഇൻചാർജ് ഇബ്രാഹിം, PTA കമ്മിറ്റി അംഗം നിസാർ ആലം, റോജ ടീച്ചർ, ശ്രീജ ടീച്ചർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ബീന ആർ ചന്ദ്രന്റെ ഏകാംഗ നാടകം ഒറ്റഞ്ഞാവൽ മരം വേദിയിൽ അവതരിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. 22, 23 തീയതികളിലായി നടക്കുന്ന കലോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി 100 കണക്കിന് വിദ്യാർത്ഥികളാണ് മാറ്റുരയ്ക്കുന്നത്.